നമസ്കാരം. ശത്രു സംഹാരത്തിന് പേരുകെട്ട ലോകശക്തിയായ റഷ്യൻ സേനയുടെ Su-57 അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ സേനയ്ക്ക് പോലും ഭയമാണ്. ഇന്ത്യക്കും വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹമുണ്ട് Su-57 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമ നാവികസേനകളുടെ ഭാഗമാക്കി അഭിമാനിക്കാൻ. പക്ഷേ കനത്ത വിലയും ലഭ്യതക്കുറവുമാണ് ഇന്ത്യയെ പിന്നിട്ടടിച്ചത്. 2008 മുതൽ ഇന്ത്യ ആലോചിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം റഷ്യ തങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിച്ചു തുടങ്ങിയതും അതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറിയതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്, ചരിത്ര അഭിമാനവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തല ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇപ്പോഴിതാ റഷ്യ തങ്ങളുടെ അഞ്ചാം തലമുറ Su-57 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ചില ഇളവുകളോടെ നൽകാമെന്ന് സംഭവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ത്യയെ മോഹിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതും ഈ വിമാനങ്ങളുടെ നിർമ്മാണ സാങ്കേതിക വിദ്യ, അറ്റകുറ്റപ്പണികൾക്കുള്ള തുടർ സാങ്കേതിക പരിജ്ഞാനം, ഇവയൊക്കെ ബ്രഹ്മോസ് മിസൈലിൻ്റെ മോഡലിൽ ഇന്ത്യക്ക് കൈമാറാമെന്ന് വാക്ക് നൽകിയിരിക്കുകയായിരുന്നു റഷ്യ. അതിനും വലുതായി ഇന്ത്യൻ വ്യോമസേനയെ മോഹിപ്പിക്കുന്ന മറ്റൊന്നുണ്ട് റഷ്യൻ വാഗ്ദാന പട്ടികയിൽ. ഇന്ത്യക്ക് കൈമാറുന്ന ഇത്തരം Su-57 വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത അതിമാരക മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഘടിപ്പിക്കാൻ സാധിക്കും. അതും US ഇന്ത്യക്ക് നൽകാമെന്നേറ്റ F-35 വിമാനങ്ങളുടെ വിലയുടെ പകുതി വിലയ്ക്ക് മാത്രമാണ് ഈ Su-57 വിമാനങ്ങൾ റഷ്യ ഇന്ത്യക്ക് നൽകുക. പിന്നെ എന്ത് വേണം ഇനി ഇന്ത്യക്ക്? കയറി വാടാ മക്കളെ എന്ന് ഇന്ത്യ പറയുകയാണിനി ഈ റഷ്യയുടെ Su-57 വിമാനങ്ങളെ നോക്കിക്കൊണ്ട്. ലോകത്ത് ഫൈറ്റർ ജെറ്റുകളുടെ ഡിസൈനർമാർക്കും ഉൽപ്പാദകർക്കും മാത്രമാണ് നിലവിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ സ്വന്തം എന്നിരിക്കുകയാണ് റഷ്യയുടെ ഈ അതിരുകടന്നുള്ള വാഗ്ദാനം. റഷ്യയുടെ ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ ഒരു പൊതുമേഖലയിൽ ഒരു കമ്പനി രൂപീകരിച്ച് നിർമ്മിക്കാം, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്നത് പോലെ. അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് തങ്ങൾ നിർമ്മാണത്തിന് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയേക്കാൾ വിമാന നിർമ്മാണത്തിൽ വളരെ ഫാസ്റ്റാണ് റഷ്യൻ കമ്പനികൾ. അപ്പോൾ റഷ്യൻ കൊളാബറേഷനോടെ ഇന്ത്യയിൽ പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും നിർമ്മാണ കമ്പനി ആരംഭിച്ചാൽ അവിടെ നിന്നുകൊണ്ടുള്ള സമയബന്ധിതമായ വിമാന നിർമ്മാണം തന്നെയാകും യാഥാർത്ഥ്യമാക്കുക. മറ്റൊന്ന്, ഇന്ത്യയേക്കാൾ വിമാന നിർമ്മാണത്തിൽ വളരെ ഫാസ്റ്റാണ് ചൈനയും. അവർ തങ്ങളുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ വ്യോമസേനയുടെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ചൈനയെ ഇന്ത്യക്ക് അത്രയധികം പേടിക്കേണ്ടി വരില്ല. കാരണം ചൈനയുമായുള്ള യുദ്ധം അങ്ങനെ അത്ര പെട്ടെന്ന് അടുത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നിരുന്നാലും പാകിസ്ഥാനെ പേടിക്കണം. കാരണം ചൈനയുടെ ഒരു പ്രധാന ആയുധ വിപണി ഇപ്പോൾ പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ചൈന ഉണ്ടാക്കിയെടുക്കുന്ന ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വരെ പാകിസ്ഥാൻ അതിമോഹ വില കൊടുത്ത് ചൈനയിൽ നിന്നും വാങ്ങിയേക്കാം. ഏത് സമയത്തും ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമശേഷിയുമൊക്കെ ഇന്ത്യക്ക് വീണ്ടും വർദ്ധിപ്പിച്ചേ പറ്റൂ. കാരണം ഇന്ത്യയുടെ സുരക്ഷ തന്നെയാണ് ഇന്ത്യക്ക് വലുത്. ഇങ്ങനെ ന്യൂഡൽഹി ഭയക്കുന്നതിൻ്റെ കാരണമുണ്ട്. പാകിസ്ഥാൻ്റെ വികസനത്തിനായി ഇന്ത്യയുടെ കടുത്ത എതിർപ്പിനെ മറികടന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് IMF-ഉം പിന്നാലെ വേൾഡ് ബാങ്കും ഇതാ പാകിസ്ഥാന് കൈ അയച്ച് പണം അനുവദിക്കാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാൻ്റെ വികസനമാണ് IMF-ഉം വേൾഡ് ബാങ്കും ലക്ഷ്യമിടുന്നതെങ്കിലും പാകിസ്ഥാൻ എന്തിനാകും ഉപയോഗിക്കുക? തങ്ങളുടെ സൈന്യത്തിൻ്റെ വികസനത്തിനും ഭീകര ഫാക്ടറികളുടെയും വികസനത്തിനും. അത് ന്യൂഡൽഹിക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ വന്നാൽ ഇന്ത്യക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ശ്രേണി ഒരു 1-2 വർഷത്തിനകം കൂടിയേ തീരൂ. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ HAL നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇഴഞ്ഞു നീങ്ങുകയാണ്. തേജസ് MK-1 വിമാനങ്ങൾ വ്യോമസേന ഓർഡർ ചെയ്തതൊന്നും അത്രയും എണ്ണം ഇതുവരെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഒരു പരാതി അടുത്തിടെ വ്യോമസേന മേധാവി AP സിംഗ് ഉന്നയിച്ചിരുന്നു. അത് ഏറെക്കുറെ ചർച്ചയുമായിരുന്നു. MK-1ൻ്റെ തുടർച്ചയായി ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന തേജസ് MK-2 യുദ്ധവിമാനങ്ങൾ, അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻതോതിൽ തുടങ്ങാൻ ഇന്ത്യക്കല്ല HAL-നായിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനമായ HAL-നാണ് ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ കരാർ നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനം തേജസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ, അതിൻ്റെ നിർമ്മാണ പദ്ധതി കഴിഞ്ഞ മാസം മാർച്ചിൽ മാത്രമാണ് പ്രതിരോധ സമിതി അംഗീകരിച്ചത്. അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇനി പുറത്തു വരാൻ 4 വർഷമെടുക്കും, 2029. ഈ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ കുറഞ്ഞത് 2035 വരെയെങ്കിലും ഇപ്പോഴത്തെ പദ്ധതി പ്രകാരം കാത്തിരിക്കേണ്ടി വരും. അതുമാത്രമല്ല, റഷ്യൻ
Su-57 യുദ്ധവിമാന നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയാൽ ഇവിടെ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. HAL-ൽ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന അതുപോലുള്ള റഷ്യൻ പൊതുമേഖലാ നിർമ്മാണ കൂട്ടുകെട്ട് ഇഴയിലെന്ന് ന്യൂഡൽഹിക്കറിയാം. F-35 സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പകുതി വില മാത്രമാകും റഷ്യയുടെ Su-57. പക്ഷേ ഇതിനകം US 1000-ലധികം F-35 യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. റഷ്യയ്ക്കാകട്ടെ ഇതുവരെ 50-ൽ താഴെ ഏതാണ്ട് 42 Su-57 വിമാനങ്ങൾ മാത്രമാണ് നിർമ്മിച്ചിറക്കാനായത്. അപ്പോൾ ഇന്ത്യക്ക് വിമാനം നൽകുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിർമ്മിച്ച് റഷ്യ നൽകും. പണമില്ല എന്നതാണ് റഷ്യയെ Su-57 വിമാന നിർമ്മാണത്തിൽ പിന്നിട്ടടിക്കുന്നത്. കാരണം ഉക്രൈനുമായുള്ള യുദ്ധം 3 വർഷം പിന്നിടുന്നു. ഇന്ത്യയുമായുള്ള നിർമ്മാണ സഹകരണമുണ്ടെങ്കിൽ റഷ്യയ്ക്ക് തങ്ങളുടെ സാങ്കേതികവിദ്യ ഇന്ത്യക്കുള്ളിൽ എളുപ്പം എടുത്ത് പ്രയോഗിക്കാനാകും. 2007-ൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ Su-57 യുദ്ധവിമാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കാൻ ഒരു കരാറൊപ്പിട്ടാണ്. പക്ഷേ 2018 വരെ ആ പദ്ധതി ഇഴഞ്ഞുപോയി. അങ്ങനെ ഇന്ത്യ താൽക്കാലികമായി ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇന്ത്യ ഇതിനകം ഓർഡർ ചെയ്ത S-400 വ്യോമ പ്രയോഗ സംവിധാനങ്ങളിൽ 3 ഇനിയും ലഭിക്കാനുണ്ട്. 2009-ൽ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യയുടെ മൊത്തം ആയുധം ഇറക്കുമതിയുടെ 76% അവിടെ നിന്ന് ഇങ്ങോട്ട് 2024 എത്തുമ്പോഴേക്കും അത് 36% കുറഞ്ഞു. റഷ്യയെ ഇന്ത്യ വിലക്കേർപ്പെടുത്തിയതോ റഷ്യയിൽ നിന്ന് വാങ്ങൽ കുറച്ചതോ അല്ല കാരണം, പക്ഷേ ഇന്ത്യയുടെ വൈവിധ്യവൽക്കരണ പദ്ധതിയാണ്. ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഇന്ത്യ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയപ്പോൾ റഷ്യയുടെ ആ ഭീമമായ പങ്കാളിത്തം അത് കുറയുകയായിരുന്നു. ഇന്ത്യ റഷ്യയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് കാരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഒന്ന്, ചൈന വഴി പാകിസ്ഥാൻ വ്യോമമേഖലയിൽ ശക്തി പ്രാപിക്കുന്ന ആ വേഗത തന്നെയാണ്. 2025-ൽ ചൈന പാകിസ്ഥാന് നേരത്തെ ഓർഡർ ചെയ്ത ഒരു കൂട്ടം യുദ്ധവിമാനങ്ങൾ വീണ്ടും കൈമാറുമെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കാരണം റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മോഹിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റമാണ്. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും റഷ്യ ഈ ഓഫർ നൽകില്ലെന്നത് ഉറപ്പ്. എന്തുകൊണ്ട് ഇന്ത്യ US വാഗ്ദാനം ചെയ്ത F-35 സ്റ്റെൽത്ത് വിമാനം വേണ്ടെന്ന് വയ്ക്കുന്നു? ആ വിമാനങ്ങളിൽ ഒരു കിൽ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടത്രേ US. അതുവഴി US-ന് തങ്ങൾ ലോകരാജ്യങ്ങൾക്ക് കൈമാറുന്ന F-35 യുദ്ധവിമാനങ്ങളുടെ കഴിവ് ഡീആക്ടിവേറ്റ് ചെയ്യാനോ അത് കുറയ്ക്കാനോ സാധിക്കുമെന്നാണ് ലോകമെമ്പാടും പരക്കുന്നൊരു വാർത്ത. അതുപോലെ തന്നെ അമേരിക്ക F-35 വിമാനങ്ങളുടെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറുകയുമില്ല. അറ്റകുറ്റപ്പണികൾക്കും മറ്റും പിന്നീട് അമേരിക്കൻ ഫാക്ടറികളെ തന്നെ സമീപിക്കേണ്ടി വരും. ഇവിടെ റഷ്യ ഇന്ത്യയിൽ Su-57 വിമാനങ്ങൾ നിർമ്മിക്കും. ഇന്ത്യക്ക് വിമാന സാങ്കേതികവിദ്യ റഷ്യ കൈമാറും. ഇന്ത്യക്ക് കൈമാറുന്ന Su-57 വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത മിസൈലുകളും മറ്റ് മാരക ആയുധങ്ങളും ഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ടാകും. അതും US ഇന്ത്യക്ക് നൽകാമെന്നേറ്റ F-35 സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പകുതി വിലയ്ക്ക്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുടെ ഓഫർ സ്വീകരിക്കുന്നതാണ് ന്യൂഡൽഹിക്ക് ഒരല്പം കൂടിയുള്ള ബെറ്റർ ചോയ്സ്.